140 മണ്ഡലങ്ങൾ, ലക്ഷക്കണക്കിന് വോട്ടുകൾ. വിധി വരാനോ ഇനി ദിവസങ്ങൾ മാത്രം. പക്ഷേ റിസൾട്ട് വന്നാൽ ഉടനെ തന്നെ പുതിയ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമോ? ഇല്ല. അതിനു പിന്നിൽ ചില നിയമവഴികളുണ്ട്. അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയാലോ? വോട്ടിംഗ് കഴിഞ്ഞാൽ ആദ്യ പടി ഗസറ്റ് വിജ്ഞാപനമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിജയികളുടെ പട്ടിക ഔദ്യോഗികമായി പുറത്തിറക്കും. ഈ ലിസ്റ്റ് നേരെ പോകുന്നത് ഗവർണറുടെ അടുത്തേക്കാണ്. അടുത്തതായി ആർക്കാണ് ഭൂരിപക്ഷം? 140-ൽ 71 സീറ്റുള്ളവർക്കാണ് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുക. ജയിച്ച മുന്നണി അവരുടെ നേതാവിനെ തീരുമാനിക്കും. തുടർന്ന് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും. ഭരണഘടന അനുസരിച്ച് മെയ് 20-ന് മുമ്പ് പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കണം. അതുവരെ പഴയ സർക്കാർ കാവൽ മന്ത്രിസഭയായി തുടരും. ഗവർണർ നിശ്ചയിക്കുന്ന തീയതിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇനി ആർക്കും ഭൂരിപക്ഷമില്ലാത്ത തൂക്കുസഭ വന്നാലോ? കളി മാറും. മെയ് 20-നുള്ളിൽ പുതിയ സഖ്യങ്ങളോ സമവായമോ ആയില്ലെങ്കിൽ കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാകും. ഈ ജനവിധി ആർക്കൊപ്പമാകും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ.